+1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഈവൻ പ്രൊഫഷണൽ ലെവലിൽ വരെ നമ്മൾ കൊമേഴ്സിൽ പഠിച്ചു വരുന്ന ഒരു ടേമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന ടേം അല്ലെ ഡിപ്രീസിയേഷൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഡിപ്ലീഷൻ ആ ഒരു ടേമിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? ഈ ഡിപ്ലീഷൻ, അമോർട്ടൈസേഷൻ, ഡിപ്രീസിയേഷൻ ഭയങ്കര കൺഫ്യൂസിംഗ് അല്ലെ. അതിനകത്തെ ഡിപ്ലീഷൻ എന്ന് പറയുന്ന ടേമിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ റിസോഴ്സസ് നീക്കം ചെയ്യുന്നത് മൂലം അതിന്റെ മൂല്യത്തിൽ ഉണ്ടാവുന്ന കുറവിനെയാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഒരു നാച്ചുറൽ റിസോഴ്സസ് നീക്കം ചെയ്യുന്നത് മൂലം അതിന്റെ മൂല്യത്തിൽ ഉണ്ടാവുന്ന കുറവിനെയാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ഒരു കമ്പനി പെട്രോളിയത്തിന്റെ അംശമുള്ള ഒരു ഭൂമിയിടം വാങ്ങിച്ചു എന്നിരിക്കട്ടെ. വർഷാവർഷ ആ ഭൂമിയിടത്തിൽ നിന്ന് അവർ പെട്രോളിയം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. എങ്കിൽ ആ പെട്രോളിയം എന്ന് പറയുന്ന ആ ഒരു നാച്ചുറൽ റിസോഴ്സസ് അവിടെ കിഴിവുണ്ടാവുകയാണ് ചെയ്തത്. എങ്കിൽ ആ കിഴിവാണ് അവിടുത്തെ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ റിസോഴ്സസിന്റെ കേസ് വരുവാണെങ്കിലാണ് എന്ത് വരുന്നത്? ഡിപ്ലീഷൻ വരുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു ടേം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേരാം കേട്ടോ.